പിന്നെ മഹാനായ ആന്റണി ടൈലർ ആയിരുന്നു ഈ മത്സരത്തിൽ റഫറി ആയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ചെൽസിയുടെ 4 പ്രീമിയർ ലീഗ് മത്സരങ്ങൾ 2ലും ഈ ചങ്ങായി തന്നെയാണ് റഫറി ആയിട്ട് വന്നത്. അതെങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയില്ല. ഈ മത്സരത്തിൽ സാൻചോയോ എൻകുക്കോ ഒന്നുമല്ല ഹെഡ്ലൈൻ മേക്കർ ആയിട്ടുള്ളത്. ഈ ചങ്ങായിയാണ്. 14 യെല്ലോ കാർഡുകൾ ചങ്ങായി കൊടുത്തിട്ടുണ്ട്. അവിടെ കളി കാണാൻ വന്നവർക്ക് കൊടുത്തിട്ടുണ്ട്. ലൈൻ റഫറിക്ക് പോലും ചങ്ങായി യെല്ലോ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അത്തരത്തിൽ വന്നവർക്കും പോയവർക്കും പിന്നെ എല്ലാവർക്കും യെല്ലോ കാർഡ് കൊടുത്തിട്ട് ചങ്ങായി ആഘോഷിച്ചിട്ടുണ്ട്. അങ്ങനത്തെ റെക്കോർഡാണ്. ഒരു പ്രീമിയർ ലീഗ് മത്സരത്തിൽ ഇത്ര അധികം യെല്ലോ കാർഡുകൾ ഇതിനു മുമ്പ് കൊടുത്തിട്ടില്ല. വളരെ പെറ്റിയായിട്ടുള്ള പല യെല്ലോ കാർഡുകൾ ഈ ചങ്ങായി മത്സരത്തിൽ ഡിഷ് ഔട്ട് ചെയ്ത് നമ്മൾ കണ്ടു. കോച്ചുമാർക്കും കിട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. കുറച്ചൊക്കെ കണ്ണാടി നോക്കിയിട്ട് മൂപ്പർക്കും കൊടുത്തിട്ടുണ്ടാവും യെല്ലോ കാർഡ്. എന്ത് മനുഷ്യനാണാവോ. അത്ര നല്ലൊരു കളിയൊന്നും ആയിരുന്നില്ല. ചെൽസി സംബന്ധിച്ചോളം പെർഫോമൻസ് ഒക്കെ മോശമായിരുന്നു. പക്ഷേ നമ്മളെ ചരിത്ര പുസ്തകത്തിൽ കയറ്റിയില്ലേ, നന്ദി ഉണ്ടാ പന്നി. സാൻചോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റിലാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ കരിയർ റിവൈവ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ചെൽസിയിലേക്ക് വന്നുള്ള ഒരു സാഹചര്യത്തിലുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് വീക്ക് ഇൻ വീക്ക് ഔട്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അതിന് അദ്ദേഹത്തിന് സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയാം. സാധിച്ചു കഴിഞ്ഞാൽ ചെൽസി സംബന്ധിച്ചോളം ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു മുതൽക്കൂട്ട